പ്പിക്കുന്നത്. നമ്മുടെ ഈ ഉണ്ണിക്കണ്ണൻ എന്തെല്ലാം ബാലലീലകളാണ് ആടിയിരിക്കുന്നത് അല്ലേ. ഈ മാസം വൃന്ദാവനത്തിൽ പോകുന്നത് അതിവിശേഷമാണ്. അതുകൂടാതെ തന്നെ ഈ മാസം ചെയ്യുന്ന ചെറിയ ചെറിയ സേവനങ്ങൾ പോലും വലിയ വലിയ ഫലമാണ് നൽകുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന പുണ്യപ്രവൃത്തികളെല്ലാം ഈ മാസം ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഒരു മാല ജപിക്കുന്നവരാണെങ്കിൽ, അതായത് ജപമാല ജപിക്കുന്നവരാണെങ്കിൽ, ഒരു പ്രാവശ്യം പോലും ജപിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ ആരംഭിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം തന്നെയാണ് ഈ കാർത്തിക മാസം. ഇതാണ് ജപമാല. ഇനി അഥവാ നിങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ആ മാല ജപിക്കുന്നതിൻ്റെ എണ്ണം കൂടുതൽ തവണ ജപിക്കാവുന്നതാണ്. ഇത് 108 മണികളുള്ള ജപമാലയാണ്. ജപമാല എപ്പോഴും ഇതുപോലെയുള്ള സഞ്ചിയിൽ സൂക്ഷിച്ചു വെക്കുന്നതാണ് ഉത്തമം. കാരണം ജപമാല ഒരിക്കലും നിലത്ത് വയ്ക്കാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ ഈ മാസം ചെയ്യുന്ന ആരതി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്.